എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഇയ്യോബിൻ്റെ പുസ്തകം 38 അധ്യായം 22 23 വാക്യങ്ങൾ. ഇയ്യോബ് 38 22 23. നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ച് വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബ് ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇയ്യോബിനോടുള്ള ദൈവത്തിൻ്റെ സംവാദത്തിൽ പ്രപഞ്ച രഹസ്യങ്ങളും ആത്മീക രഹസ്യങ്ങളും ദൈവിക രഹസ്യങ്ങളുമൊക്കെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഒരിക്കലും ഒരു പുരോഹിതൻ ഒരു കളിമൺ പാത്രവുമായിട്ടാണ് പ്രസംഗപീഠത്തിൽ വന്നത്. അതെന്തിനായിരിക്കുമെന്ന് ജനങ്ങളൊക്കെ ചിന്തിച്ചു. പ്രസംഗമധ്യേ അദ്ദേഹം ആ മൺപാത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ തീപിടുത്തത്തിൽ എൻ്റെ വീടും അതിലുണ്ടായിരുന്ന മിക്കതും വെന്ത് വെണ്ണീറായിപ്പോയി. എന്നാൽ അവശേഷിച്ചവയിൽ ഒന്നാണ് ഈ പാത്രം. എന്തുകൊണ്ടാണ് ഇത് നശിച്ച് പോകാഞ്ഞത്? ആ ചോദ്യത്തിന് മുൻപിൽ ജനം നിശബ്ദരായി. അല്പസമയത്തെ മൗനത്തിന് ശേഷം പുരോഹിതൻ പറഞ്ഞു, ഈ കളിമൺ പാത്രം മുൻപ് അഗ്നിച്ചൂളയിലൂടെ കടന്നു പോയതാണ്. അപ്പൊ തീച്ചൂളയിൽ വെന്തെടുത്ത ഈ പാത്രം അഗ്നി ദഹനത്തിൽ വീണ്ടും നശിച്ചു പോകില്ല, അത് കുറച്ചും കൂടെ ദൃഢമാകും. പുരോഹിതൻ ഒരു വലിയ ആത്മീയ സത്യമാണ് വെളിപ്പെടുത്തിയത്. അപ്പൊ മൺപാത്രങ്ങളിൽ നിക്ഷേപം നൽകുന്നത് പോലെയാണ് ദൈവം ഭൂമിയിൽ നമ്മെ എല്ലാവരെയും ആക്കി വച്ചിരിക്കുന്നത്. യഹോവയ്ക്ക് എല്ലാറ്റിനും വേണ്ടി ഒരു ഭണ്ഡാരമുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിക്ഷേപം അല്ലെങ്കിൽ ട്രഷർ എന്ന് ഇംഗ്ലീഷിലും ഭണ്ഡാരം എന്ന് മലയാളത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ നിക്ഷേപം അഥവാ ഭണ്ഡാരത്തിൻ്റെ പൂട്ടും താക്കോലും എല്ലാം യഹോവയുടെ കയ്യിലാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയം ആരംഭിക്കുന്നതിന് മുൻപ് ദൈവം ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 7 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ വായിച്ച വേദഭാഗത്ത് ഇയ്യോബിനോടുള്ള ഒരു ചോദ്യമാണ്. ഒരു പ്രത്യേക ദിവസത്തിന് വേണ്ടി അവിടുന്ന് അവയെ സംഭരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നതായി 135 സങ്കീർത്തനത്തിലും യിരെമ്യാവ് 51 അധ്യായത്തിലും കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പക്കൽ ഹിമത്തിനും കന്മഴയ്ക്കും കൊടുങ്കാറ്റിനും ജലത്തിനും എന്ന് വേണ്ട സർവത്തിനും ഭണ്ഡാരം അല്ലെങ്കിൽ നിക്ഷേപമുണ്ട്. അതേപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28 അധ്യായം 12 വാക്യം പറയുന്നു, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. അപ്പോൾ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വേല അനുഗ്രഹിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഇതെല്ലാം. ഒരു തക്ക സമയമുണ്ട്. ദൈവം മാത്രം തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. നമുക്കൊരു അനുഗ്രഹമുണ്ട് ആയുസ്സിൽ. അത് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കാനും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കാനും ദൈവം ഒരുങ്ങിയിരിക്കുന്നു. നമുക്കൊരു ചുമതലയുണ്ട്. അതായത് ദൈവകൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ വഴികളിൽ നടന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. ദൈവ വഴികളിൽ നടക്കാൻ നമ്മുടെ ഭാഗത്ത് ബോധപൂർവമായൊരു ശ്രമം വേണം. അപ്പോൾ അവിടുന്ന് മഴയുടെ ഭണ്ഡാരം തുറന്ന് നമ്മെ അനുഗ്രഹിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. സഭ എന്ന് പറഞ്ഞത്
തിരഞ്ഞെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട സമൂഹമാണ്. യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് 135 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. മലാക്കി പ്രവചനം 3-ാം അധ്യായം. അപ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ്. അവിടുത്തെ മഹിമ ഘോഷിക്കാനും ദൈവനാമത്തെ സ്തുതിക്കാനും കീർത്തിക്കാനും ദൈവ ഗുണഗണങ്ങൾ വർണ്ണിക്കാനുമായി തൻ്റെ ജനത്തെ ദൈവം തമ്പുരാൻ വേർതിരിച്ചു. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെയുള്ള വഴികളിലൂടെ നടക്കാൻ, ജീവിപ്പാൻ, ദൈവത്തെ പ്രസ്താവിപ്പാൻ, സാക്ഷ്യം നൽകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മളെ ഒരു നിക്ഷേപമായി ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇയ്യോബ് ദൈവസന്നിധിയിൽ ദൈവഭക്തനായും ദോഷം വിട്ടകലുന്നവനായും ദൈവത്തോട് കൂടെ അല്ലെങ്കിൽ ദൈവ മനസ്സിനൊപ്പം നിന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ദൈവം ഇയ്യോബിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരിലൂടെ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുന്നു. നമ്മെയും ദൈവം തൻ്റെ നിക്ഷേപമായി കരുതിയിരിക്കുന്നു. ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം കരുതി വച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മയോടെ, ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിൽ ഞങ്ങൾക്ക് നിദ്രയും വിശ്രമവും നൽകി പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി. എല്ലാറ്റിനും സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ ജീവിതം അനുഗ്രഹകരമാകുവാൻ ഇടയാക്കണമേ. ദൈവിക നിലപാടുകളിലും ദൈവഹിതത്തിലും ഉറച്ച് നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ കരുതണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞ പുതിയ അനുഭവത്തിലൂടെ അവിടുന്ന് നയിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.